തിരുവചനം തിരുവചനം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ഇന്ന് ഞങ്ങൾ ചിന്തിക്കാൻ പോകുന്ന വചനം ഞങ്ങളുടെ ജീവിതത്തിന് വലിയൊരു മാറ്റത്തിന് ഉള്ള കൃപ സ്വർഗത്തിൽ നിന്ന് ഞങ്ങൾക്ക് നൽകണമേ. അമ്മേ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെടാവുന്ന നിൻ്റെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്ന. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാൻ്റെ അപേക്ഷിച്ചുള്ളമേ. ആമേ. 1 കൊറിന്ത്യൻസ് 10 അതിൻ്റെ 12 മുതലുള്ള വചനങ്ങൾ ഇങ്ങനെ പറയുന്നു: നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതെ സൂക്ഷിച്ചു കൊള്ളട്ടെ. നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതെ സൂക്ഷിച്ചു കൊള്ളട്ടെ. മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തനാണ്. നിങ്ങളുടെ ശക്തിക്കതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാവാൻ അവിടുന്ന് അനുവദിക്കത്തില്ല. പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാൻ വേണ്ട ശക്തി അവിടുന്ന് നിങ്ങൾക്ക് നൽകും. പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാൻ വേണ്ട ശക്തി അവിടുന്ന് നിങ്ങൾക്ക് തരും. നമ്മൾ പ്രത്യേകിച്ച് ശുശ്രൂഷ മേഖലയിലൊക്കെ ഇങ്ങനെ വ്യാപരിക്കുമ്പോൾ, ജോലി മേഖലയിൽ, കുടുംബത്തിൽ, അല്ലെ ഉത്തരവാദിത്തത്തിലൊക്കെ ഇങ്ങനെ വ്യാപരിക്കുമ്പോൾ ഇത് വലിയൊരു പ്രശ്നമാണ്. ഈ പ്രലോഭനം എന്ന് പറയുന്നത്. നമ്മൾ സ്വർഗസ്ഥനായ പിതാവ് പ്രാർത്ഥനയ്ക്കകത്ത് പോലും പ്രാർത്ഥിക്കുന്നുണ്ട്: പ്രലോഭനങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ, പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം പലരുടെയും വലിയൊരു പ്രശ്നമാണ് ഇതിനെ അതിജീവിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ദൈവം വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ ശക്തിക്ക് അതീതമായ ഒരു പ്രലോഭനം ഉണ്ടാവാൻ അവിടുന്ന് അനുവദിക്കത്തില്ല. കാരണം ദൈവത്തിന് അറിയാം നമ്മുടെ ശക്തി എന്താണ്. ഇപ്പം നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ട്. എൻ്റെ മൂത്തവൻ, അവന് 7 വയസ്സ്, അല്ല 1ാം ക്ലാസ്സിലാവും പഠിക്കുന്നത്. 7 വയസ്സാവുന്നു, 1ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇനി 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവന് കണക്കിൻ്റെ ചെറിയ കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. ഇനി വലിയൊരു കാര്യം നമ്മൾ അവനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവന് പറയാൻ പറ്റത്തില്ല. അത് നമുക്കറിയാം, അല്ലേ? ചെറുതായിട്ട് കൂട്ടാനും കുറയ്ക്കാനൊക്കെ 1 ഡിജിറ്റൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവനത് ചെയ്യും. എന്നാൽ വലിയൊരു സംഖ്യ, ഒരു മൾട്ടിപ്ലിക്കേഷൻ, വലിയൊരു പ്രോബ്ലം, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനൊക്കെ അങ്ങോട്ട് സോൾവ് ചെയ്യാൻ അവന് കൊടുത്തു കഴിഞ്ഞാൽ അവൻ ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റത്തില്ല. കാരണം അല്ലേ, നമ്മുടെ ഇപ്പോൾ സ്കൂളിലെ സിലബസൊക്കെ എടുത്ത് നോക്കിയേ, LKG എന്താണ്, കുറേ റൈംസും കാര്യങ്ങളൊക്കെ പഠിച്ച് ലെറ്റേഴ്സ് മാത്രമല്ലേ പഠിപ്പിക്കുന്നത്. കാരണം LKG പഠിക്കുന്ന ഒരു കുഞ്ഞിന്, 3.5 വയസ്സുള്ള ഒരു കുഞ്ഞിന് എന്തുമാത്രം പഠിക്കാൻ പറ്റും അത് മാത്രം, അല്ല ഒരു 4 വയസ്സുള്ള ഒരു കുഞ്ഞിന് എന്തുമാത്രം ഒരു മെൻ്റൽ എബിലിറ്റി ഉണ്ട്, എന്തുമാത്രം മനസ്സിലാക്കി എടുക്കാൻ പറ്റും, അതനുസരിച്ചുള്ള സിലബസ് അല്ലേ വരുന്നത്. നീ LKG പഠിക്കുന്ന ഒരാൾക്ക് കൊണ്ട് 10ാം ക്ലാസ്സുകാരുടെ എക്സാമാണ് എഴുതിപ്പിക്കുന്നത്, അല്ല 10ാം ക്ലാസ്സുകാരുടെ സിലബസാണോ പഠിപ്പിക്കുന്നത്? അല്ല. ഈ മനുഷ്യൻ പോലും ഇങ്ങനെയാണ് ചെയ്യുന്നെങ്കിൽ ദൈവം എങ്ങനെയായിരിക്കും ചെയ്യുന്നത്? ശരിയല്ലേ? ഇനി നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ഭയങ്കര സംഭവമാണ് എന്നൊക്കെയാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്ക് തരുന്ന ഓരോ പ്രലോഭനത്തെയും ജയിക്കാനുള്ള ശക്തി കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. അത് തന്നിട്ട് തന്നെയാണ് നമ്മളെ ഇത് ദൈവം അതിലൂടെ നയിച്ച് അപ്പുറം കൊണ്ടുപോകുന്നത്. ഞാൻ ഈ മരുഭൂമിയിലെ പിതാക്കന്മാരുടെ ചൊല്ലുകൾ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, സ്പിരിച്വൽ സെയിങ്സ് ഓഫ് ഡിസൈഡ് ഫാദേഴ്സ്. അപ്പോൾ അത് മനോഹരമായ പുസ്തകങ്ങളാണ്. അതിമഹാവിശുദ്ധരുടെ ജീവിത ചരിത്രമാണ് എഴുതി വെച്ചേക്കുന്നത്. അതിൽ ഒരാൾ ചെന്നിട്ട് ഒരു ഗുരുവിനോട് ചോദിക്കുന്നുണ്ട്: ആബ, പിതാവേ, എനിക്ക് ഭയങ്കര പ്രലോഭനമാണ്, എനിക്ക് ജയിക്കാൻ പറ്റുന്നില്ല, ഞാൻ കോപിച്ച് പോവുക, ഞാൻ പാപത്തിലൊക്കെ വീണു പോവുക, ഞാൻ ഒത്തിരി തെറ്റൊക്കെ ചെയ്യുക, എനിക്കിതിനെ ജയിക്കാൻ പറ്റുന്നില്ല, ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പം പിതാവ് പറയും: നീ താഴ്വരയിലേക്ക് നടക്ക്. താഴ്വരയിലേക്ക് നടന്നിട്ട് അവിടെ ഒരു സെമിത്തേരി കാണും, നീ അതിനുള്ളിലേക്ക് കയറ്. എന്നിട്ട് നിൻ്റെ ഈ ദേഷ്യം, നിൻ്റെ ഈ വൈകാരിക തലങ്ങൾ മുഴുവൻ നീ അവരോട് തീർക്കാൻ പറഞ്ഞു. അപ്പം ഇവനിങ്ങനെ ഒന്ന് നോക്കി, പിതാവ് പറഞ്ഞതല്ലേ, അനുസരിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നേരെ അവിടെ ചെന്നിട്ട് അവിടെ ഇങ്ങനെ സെമിത്തേരിയാണ്, എല്ലാവരെയും അടക്കിയിരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവൻ്റെ ദേഷ്യവും അരിശവും ഇവൻ്റെ വൈകാരിക തലങ്ങളൊക്കെ അവിടെ അങ്ങ് തീർക്കുക. അടിച്ച് ചവിട്ടി ചീത്ത പറഞ്ഞ്, കുറേ ചാണകം വാരിയൊക്കെ എറിഞ്ഞ്, മണ്ണ് വാരിയൊക്കെ എറിഞ്ഞ്, ശാപവാക്കൊക്കെ പറഞ്ഞ് ഇവൻ്റെ ദേഷ്യം മൊത്തം ഇവൻ തീർക്കുക. തീർത്തെല്ലാം കഴിഞ്ഞ് ശാന്തമായി കഴിഞ്ഞപ്പോൾ ഇവൻ പയ്യെ വീണ്ടും ഈ മലയുടെ മുകളിൽ കയറിയിട്ട് ഈ ആബാടടുത്ത് വന്നു. അപ്പം ആബാടത്ത് പറഞ്ഞു: അങ്ങ് പറഞ്ഞ പോലെ ഞാൻ ചെയ്തു. അപ്പം ആബ ചോദിക്കുന്നുണ്ട്: അവരെന്തെങ്കിലും റെസ്പോണ്ട് ചെയ്തോ? അവരെന്തെങ്കിലും പ്രതികരിച്ചോ? ഇല്ല. എങ്കിലും നീ ഒരു കാര്യം ചെയ്യ്, ഇനി നേരെ തിരിച്ച് താഴേക്ക് വീണ്ടും ഇറങ്ങുക. അതേ സെമിത്തേരി ചെന്നിട്ട് അവരെ കുറച്ച് പുകഴ്ത്തി പറയാൻ പറഞ്ഞു.
അവരെക്കുറിച്ച് കുറേ നല്ല കാര്യങ്ങൾ പറയാൻ പറഞ്ഞു. ഇവൻ വീണ്ടും താഴോട്ട് ഇറങ്ങി ഈ സെമിത്തേരി കയറിയിട്ട് ഇവരെ കുറേ അങ്ങോട്ട് പുകഴ്ത്തി പറയുക. എല്ലാവരുടെയും ആ കുഴിമാടത്തിൽ ചെന്നിട്ട് സോറിയൊക്കെ പറയുക. ഞാൻ നിങ്ങളെ ഒത്തിരി ചീത്ത പറഞ്ഞു, സോറി. എന്നെ ചെളിവാരി എറിഞ്ഞു, സോറി. ശാപിച്ചു, സോറി. എല്ലാ ക്ഷമയൊക്കെ പറഞ്ഞ് നിങ്ങളൊക്കെ ഒത്തിരി നല്ലവരാണ്, അതാണ് ഇതാണെന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് സോപ്പിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് പുകഴ്ത്തി. അതും കഴിഞ്ഞിട്ട് ഇവൻ വീണ്ടും വരുന്നുണ്ട് ഈ ആബ. അപ്പോൾ ആബ ചോദിക്കുന്നുണ്ട്, നീ ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞപ്പോൾ അവർ വല്ലതും പ്രതികരിച്ചോ? അവർ വല്ലതും പറഞ്ഞോ? ഇല്ല. അങ്ങനെയെങ്കിൽ പ്രലോഭനത്തെ ജയിക്കാനായിട്ട് നീയും അതുപോലെ ചെന്ന് ജീവിക്കുക. നീയും അതുപോലെ ചെന്ന് ജീവിക്കുക. ഇനി നമ്മൾ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തു, മറ്റുള്ളവർ നമ്മളെ പുകഴ്ത്തണം 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 എന്നൊരാഗ്രഹം നമുക്കുണ്ടെങ്കിൽ ശരിയാവത്തില്ല. നമ്മുടെ ഉള്ളൊരു അഹങ്കാരം വരത്തുള്ളൂ. പിടികിട്ടിയോ? അവിടെ ശരീരം ഇല്ല അല്ലേ? സെമിത്തേരി കിടക്കുന്ന ശരീരം ഇല്ല, ആത്മാവ് മാത്രമേ ഉള്ളൂ. ഈ ശരീരത്തിൻ്റെ ഇച്ഛയാണല്ലോ ഈ കോപം, ആസക്തി, ഞാനെന്ന ഭാവം, ഇതെല്ലാം ഈ ശരീരത്തിൻ്റെ ആവശ്യങ്ങളാണല്ലോ. ഈ പ്രലോഭനം വരുന്ന മൊത്തം ശരീരത്തിലാണല്ലോ. കണ്ണിൻ്റെ ആസക്തി, കാതിൻ്റെ ആസക്തി, നാവിൻ്റെ ആസക്തി, ജഡത്തിൻ്റെ ആസക്തി, ഇത് മൊത്തം ജഡത്തിലാണല്ലോ, ശരീരത്തിലാണല്ലോ. അവിടെ ശരീരമില്ല, ആത്മാവ് മാത്രമേ ഉള്ളൂ അല്ലേ? നമ്മൾ വലിയ ആത്മാവിലുള്ള ജീവിതത്തെക്കുറിച്ചൊക്കെ പറയാറുണ്ട്. നമ്മളങ്ങനെ കരുതുന്നുമുണ്ട്, ആത്മാവിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന്. പലപ്പോഴും ഞാൻ ഉൾപ്പെടെ നമ്മൾ ശരീരത്തിലാണ് ജീവിക്കുന്നത്, ശരീരത്തിലാണ്. ഈ ശരീരത്തിൻ്റെ പ്രലോഭനമാണ് നമ്മളെ വീഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്. പലരും ഇങ്ങനെ വന്ന് ചോദിക്കാറുണ്ട്, ഈ ശരീരത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, എന്നാ ചെയ്യണ്ടേ? പ്രത്യേകിച്ച് യുവജനങ്ങളുടെയൊക്കെ വലിയൊരു പ്രശ്നമാണ്. ശരീരത്തെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, പല പല തെറ്റിലങ്ങ് വീഴുക, പല തെറ്റിലും വീണു പോവുക, എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പതുക്കെ ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കാറുണ്ട്, ഇത് എപ്പോഴാണ് തോന്നുന്നത് എന്നൊക്കെ ചോദിക്കും. എന്താ എപ്പോഴാണ് തോന്നുന്നത്, ഏത് സിറ്റുവേഷനിലാണ് തോന്നുന്നത്? അപ്പോൾ ചോദിക്കുമ്പോഴത്തേക്കൊക്കെ മനസ്സിലായത് വെറുതെ ഇരിക്കുമ്പോഴാണ്. വെറുതെ ഇരിക്കുമ്പോൾ, ഒരു പണിയും ഇല്ലാതെ വെറുതെ കുത്തിയിരിക്കുമ്പോഴാണ് ഈ അനുകൂലത്തെ ചിന്തയൊക്കെ തലേ വരുന്നത്. ഈ ചിന്തയിൽ നിന്നാണല്ലോ പ്രവൃത്തിയിൽ വരുന്നത് അല്ലേ? എല്ലാ പ്രവൃത്തിയുടെ ആരംഭം ചിന്തയാണ് എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. എല്ലാ പ്രവൃത്തിയുടെ ആരംഭം ചിന്തയാണ്. അപ്പോൾ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ, ഒട്ടും എൻഗേജ്ഡ് അല്ലാതെ, ഒരു പണിയും ഇല്ലാതെ മിണ്ടാതെ കുത്തിയിരിക്കുമ്പോൾ ഈ അനുകൂലത്തെ ചിന്ത എല്ലാം നമ്മുടെ തലക്കകത്ത് കയറും. തലക്കകത്ത് കയറിയിട്ട് വേണ്ടാത്ത പ്രവൃത്തികൾ മൊത്തം നമ്മൾ ചെയ്യും. മിക്കവാറും ഇങ്ങനെ ഉച്ചയൊക്കെ കഴിയുമ്പോഴാണ്, ശാന്തമായിട്ട് മിണ്ടാതൊക്കെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനത്തെ ചിന്തയൊക്കെ വരുന്നതെന്ന് പറയും. ഞാനൊക്കെ പറയാറുണ്ട്, നല്ല വെയിലല്ലേ, ഇറങ്ങി ഒരു 2 കിലോമീറ്റർ ഓട്, ശരീരത്തിലെ കൊഴുപ്പൊക്കെ ഒന്ന് ഉരുകട്ടെ. അല്ലെങ്കിൽ വല്ല പറമ്പുണ്ടെങ്കിൽ ഒരു 10 കപ്പയ്ക്ക് കിളയ്ക്ക്, അല്ലെങ്കിൽ ചെന്ന് ഒരു വാഴയ്ക്ക് തടവെടുക്കുക. ശരീരമൊക്കെ ഒന്ന് അനങ്ങട്ടെ. ഇതിങ്ങനെ അനങ്ങാപ്പാറയായിട്ട് ഇങ്ങനെ ഇരുന്ന് ഒരു പണിയുമില്ല, വേണ്ടാത്ത ചിന്തകൾ. എന്നിട്ട് പ്രലോഭനമാണ്, തെറ്റിൽ വീണു പോവുക. എനിക്ക് ഇങ്ങനത്തെ കുറേ ശീലങ്ങളുണ്ടായിരുന്നു, ഈ വേണ്ടാത്ത ശീലങ്ങൾ. എന്ന് വെച്ചാൽ നമുക്ക് ഒരു പണിയില്ലാതെ മിണ്ടാതിരിക്കും. ഇതിങ്ങനെ തോന്നിക്കൊണ്ടിരിക്കും. ഞാൻ ഇതുപോലെ തന്നെ ഈ മരുഭൂമിയിലെ പിതാക്കന്മാരുടെ ചൊല്ലുകൾക്ക് ഒരു കഥ എന്നെ ഒത്തിരി മാറ്റിയത്. കഥയല്ല, അത് റിയലി നടന്ന. ഒരുത്തൻ ചെന്ന ഒരു ആബയോട് ഇങ്ങനെ പറയാണ്, പ്രലോഭനത്തെ ജയിക്കാൻ ആബ എന്താ ചെയ്യേണ്ടത്? അപ്പം ആബ ഇങ്ങനെ അവനോട് പറയുന്നുണ്ട്, നീ ഈ ആശ്രമത്തിൻ്റെ പിന്നാമ്പുറത്ത് പോ. പിന്നാമ്പുറത്ത് എന്നിട്ട് അവിടെ ഒരു വിറക് വെട്ടുകാരനുണ്ട്. അവൻ ചെയ്യുന്ന കാര്യം നീ ഒന്ന് നിരീക്ഷിക്കാൻ പറയുന്നു. അവനപ്പോൾ നേരെ പിന്നാമ്പുറത്ത് ചെന്നിട്ട് ഈ വിറക് വെട്ടുകാരനെ നോക്കുക. അവൻ കറക്റ്റ് 8 മണി ആയപ്പോഴത്തേക്ക് വിറക് കീറാൻ തുടങ്ങി. ഓടി വന്നു, ഡ്രസ്സൊക്കെ മാറി, പണിയുന്ന ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കോടാലി എടുത്തിട്ട് ഇവൻ വിറക് കീറുവാണ്. വിറക് കീറി ഇവന് അടുക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 10:30 ആയപ്പോൾ ചായ കുടിക്കാൻ ആശ്രമത്തിൽ ബെല്ലടിച്ചു. ഇവൻ പെട്ടെന്ന് ഓടിച്ചെന്ന് കൈയും കാലും ഒക്കെ വൃത്തിയാക്കിയിട്ട് നേരെ ചെന്ന് ചായ കുടിച്ചിട്ട് കറക്റ്റ് 10:40 ആയപ്പം അവൻ തിരിച്ചു വന്നു. 10 മിനിറ്റാണ് ഇവൻ ഫ്രഷായിട്ട് ചെന്ന് ചായ കുടിച്ചിട്ട് വന്നത്. നമ്മളൊക്കെ 10:30 ചായ കുടിക്കാൻ കയറിയാൽ തിരിച്ച് പണിക്ക് കയറുന്നത് 12:30 1 മണിക്കായിരിക്കും. ഇതാണ് വ്യത്യാസം. അവിടെ ചെന്ന് ചുമ്മാ ഇരിക്കും.
വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ട് നാവിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, പ്രലോഭനമാണെന്ന് പറയും. കാരണം ഏൽപ്പിച്ചിരിക്കുന്ന പണി ചെയ്യാനുണ്ടെങ്കിലേ 5 മിനിറ്റ് കൊണ്ട് പരിപാടി തീർത്തിട്ടിങ്ങ് വരുവേ. ഞാനൊക്കെ പണ്ട് ഈ സ്കൂളിലൊക്കെ നടന്നാണ് പോയിക്കൊണ്ടിരുന്നത്. 8 കിലോമീറ്റർ നടക്കണം നമ്മൾ ടൗണിലെത്തണമെങ്കിൽ, പഠിക്കാൻ പോകാനായിട്ട്. 8 കിലോമീറ്റർ നടന്ന് ഈ പഠിത്തമെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എൻ്റെ അപ്പൻ്റെ അമ്മയുണ്ടായിരുന്നു. എന്നെ കുറേ അടുക്കും ചിട്ടയൊക്കെ പഠിപ്പിച്ച വല്യമ്മച്ചയാണ്. ഒത്തിരി നല്ല കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരു ദിവസം ഞാനിങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ചിറുക്കിട്ടടിച്ചു, ഒറ്റ അടി. അപ്പം ഞാൻ ചോദിച്ചു, എന്തിനാ ചിറുക്കിട്ട് അടിച്ചത്? അപ്പോൾ എന്നോട് പറയാണ്, എടാ കഴിക്കാനായിട്ട് വായിക്കകത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചുണ്ട് തുറക്കാൻ പാടില്ല, ഇങ്ങനെ കഴിച്ചോണോ. നമ്മളെന്തെങ്കിലും സാധനം കഴിക്കാൻ എടുക്കുമ്പോഴാണ് വർത്താനം പറയാൻ തുടങ്ങുന്നത്. ഇത് ആ പറഞ്ഞ സബ്ജക്റ്റ് എപ്പോൾ തീരുന്നോ അപ്പം വരെ കഴിച്ചുകൊണ്ടിരിക്കും. കഴിക്കുമ്പോഴത്തേക്ക് മിണ്ടരുത്. ഞാൻ ആശ്രമത്തിലൊക്കെ പ്രാർത്ഥിക്കാൻ പോകാറുണ്ട്. അവിടെയൊക്കെ പ്രാർത്ഥിക്കാൻ പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ നിലത്തിരുന്നാണ് കഴിക്കുന്നത്. അപ്പോൾ നിലത്തിരുന്ന് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ സൈഡിൽ ഇങ്ങനെ സ്പിരിച്വൽ സ്ക്രിപ്ചേഴ്സ് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും. ബൈബിളോ വിശുദ്ധന്മാരുടെ ചരിത്രമോ ഇതുപോലെ പിതാക്കന്മാരുടെ ചൊല്ലുകളൊക്കെ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് കേട്ടുകൊണ്ട് ആണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചൈതന്യം കൂടി ആ ഫുഡിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് വരുക. 5 മിനിറ്റിലധികം എടുക്കത്തില്ല, അതിനുള്ളിൽ നമ്മൾ കഴിച്ചു കഴിയും. അപ്പോൾ എവിടെയൊക്കെ ഒരു മാറ്റം വരണം നമുക്ക്. അങ്ങനെ ഒരു ശീലമായി, ചെറുപ്പം തൊട്ട് അങ്ങനെ ഒരു ശീലമാണ്. കഴിക്കാൻ എടുത്തോ, പട്ടപടാന്ന് കഴിക്കുക, തീരുക, മിണ്ടാതെങ്ങ് പോരുക. അല്ലെങ്കിൽ നമ്മളൊരു ഒരു ടേബിൾ മാനേഴ്സ്, അതൊക്കെ ഒത്തിരി ഇമ്പോർട്ടൻ്റ് അല്ലേ. ഒരു ദിവസം വല്യമ്മച്ചി എൻ്റെ കൈക്കിട്ടടിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, ഇപ്പം എന്തിനാ കൈക്കിട്ടടിച്ചത്? അപ്പോൾ അമ്മച്ചി പറയുക, ചോറുണ്ടോണ്ടിരുന്നപ്പോഴത്തേക്ക് ഇവിടെ പറ്റി. പറ്റിക്കരുത്, ചോറ് വരുമ്പോൾ വിരലിലോ പറ്റാവുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ പഠിപ്പിച്ചത് കൊണ്ട് ഒരു ടേബിൾ മാനേഴ്സ് അതൊരു ഫാക്റ്റ് തന്നെയല്ലേ. ഒരു കമ്പനി വർക്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ട് നമ്മൾ കഴിക്കാൻ പോകുമ്പോൾ, ഒരു കല്യാണത്തിന് കഴിക്കാൻ പോകുമ്പോൾ അല്ലേ, ഒരു കല്യാണ ഫംഗ്ഷനൊക്കെ പോകുമ്പോഴത്തേക്ക് ഭയങ്കര രസമാണ്. കാരണം കുർബാനയ്ക്കൊന്നും ആളൊന്നും ഉണ്ടാകത്തില്ല, പള്ളിയിൽ ഒരു ഇടിയോ ഒന്നും കാണത്തില്ല. ഇതെല്ലാം കൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഈ ഓഡിറ്റോറിയത്തിൻ്റെ ഡോറിൻ്റെ അവിടെ ചെന്ന് ഇടിച്ച് അല്ലേ, അതിൻ്റെ അപ്പുറത്ത് വല്ല കാറ്ററിംഗ് ഒക്കെ നടത്തുന്ന ആരെങ്കിലും, അതൊന്ന് വിളമ്പി കൊടുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയൊക്കെ ഇടിച്ച് തെറിപ്പിച്ചാണ് പോകുന്നത്. ഞാൻ ഉൾപ്പെടെയാണ്, നമ്മളെല്ലാം ചെയ്യുന്ന കാര്യമായത്. എന്നിട്ട് ഈ മനുഷ്യൻ വന്നിട്ട് വീണ്ടും വിറവ് കിട്ടുക. 10:40 തിരിച്ചു വന്ന് വീണ്ടും വിറവ് കിട്ടാൻ തുടങ്ങി. 12:30 ലഞ്ചിന് ബെല്ലടിച്ചു. പെട്ടെന്ന് ഈ മനുഷ്യൻ ചെന്ന് ലഞ്ച് കഴിച്ചു. എന്നിട്ട് ഒരു 12:45 അവിടെ ഒരു പ്രയറുണ്ട്. അപ്പം ജസ്റ്റ് കയറി, പ്രയറിന് കയറി. 1 മണിയായി. 1 മണിക്ക് ഈ മനുഷ്യൻ ചെന്ന് ജസ്റ്റ് ഒന്ന് മയങ്ങി. 1:10 എണീറ്റു. അല്ലേ, നമുക്കൊക്കെ ഒരു ഉച്ചയിറക്കമുണ്ട്. എല്ലാം കഴിച്ച് നല്ല ഫിറ്റായിട്ട്, അല്ലെ, ഓഫീസിലാണെങ്കിൽ ഓഫീസിൽ, എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്ന സ്ഥലത്താണ് വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഒരൊറ്റ ഉറക്കമാണ്. ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എണീക്കുന്നത് 4 മണിക്കോ 5 മണിക്കോ ആയിരിക്കും. ഒരു 10 മിനിറ്റ് ഉറങ്ങുന്നത് നല്ലതാണ്. നമുക്കൊരു ഇരട്ടി ഫ്രഷ്നെസ്സിലേക്ക് തിരിച്ചു വരും. എൻ്റെ ഒരു സ്പിരിച്വൽ ഫാദർ ഒരു അച്ഛനുണ്ട്, 13 മിനിറ്റ് ഉറങ്ങുന്ന മനുഷ്യന്. കറക്റ്റ് 13 മിനിറ്റ് ഉറങ്ങും, അലാറം വയ്ക്കും. അങ്ങനെ നല്ല ഉറങ്ങി ശീലിച്ച മനുഷ്യനാണ്. കറക്റ്റ് 13 മിനിറ്റ് ഉറങ്ങത്തുള്ളൂ ഉച്ചയ്ക്ക്. അപ്പോൾ ജസ്റ്റ് കണ്ണടയ്ക്കുമ്പോഴേ അങ്ങ് ഉറങ്ങും, നല്ല ഡീപ്പ് ഉറക്കത്തിലോട്ട് പോകും ആ മനുഷ്യൻ. എന്നിട്ട് കറക്റ്റ് 13 മിനിറ്റ് കഴിയുമ്പം മൊബൈലിൽ അലാറം അടിക്കും, അപ്പം എണീക്കും. നല്ല സിസ്റ്റം അത്, കറക്റ്റ്. അത് ചെറിയ ടൈം. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇരട്ടി ഫ്രഷാണ്. നമ്മൾ ആ ഒരു രാവിലെ ഉള്ള ആ ഒരു ഫ്രഷ്നെസ്സിൽ തന്നെ നമ്മൾ വീണ്ടും നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ മുമ്പോട്ട് ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് ഈ മനുഷ്യൻ വന്നിട്ട് വീണ്ടും വിറവ് വെട്ടാൻ തുടങ്ങി. വിറവ് വെട്ടി അങ്ങനെ ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് വീണ്ടും കാപ്പി കുടിക്കാനായിട്ട് ബെല്ലടിച്ചു. ഓടിച്ചെന്ന് കാപ്പി കുടിച്ചു. 3:10 തിരിച്ചു വന്നു. 5 മണി വരെ വിറവ് വെട്ടി എല്ലാം അടുക്കി നീറ്റാക്കി വെച്ച് അയാൾ കൈയും കാലും ഒക്കെ കഴുകി ഡ്രസ്സൊക്കെ മാറി ചെന്ന് ആബായുടെ കയ്യിൽ നിന്ന് സാലറി വാങ്ങിച്ച് അയാൾ തിരിച്ചു പോയി. അത് കഴിഞ്ഞപ്പോൾ ഇത് കണ്ടുകൊണ്ട് നിന്ന മനുഷ്യൻ തിരിച്ച് വീണ്ടും ആബാടത്തെത്തി. അപ്പോൾ ആബ ഇയാളോട് പറഞ്ഞു, പ്രലോഭനത്തെ ജയിക്കാൻ നിനക്ക് വഴി കിട്ടിയില്ലേ, ഇതുപോലെ നീയും ചെന്ന് അധ്വാനിക്കുക. നമ്മൾ എന്തെങ്കിലും കഷ്ടപ്പെടണമെന്നേ. ഈ ശരീരമൊക്കെ ഒന്ന് അനങ്ങണം, തലച്ചോറൊക്കെ വർക്ക് ചെയ്യണം. തലച്ചോറ് ദൈവം തന്നേക്കുന്ന വർക്ക് ചെയ്യാൻ വേണ്ടിയാണ്. ഇത് വർക്ക് ചെയ്തില്ലെങ്കിൽ ഇത് മന്ദമായി പോകും, മന്ദബുദ്ധി എന്ന് നമ്മളെ വിളിക്കും. ഇത് വർക്ക് ചെയ്യിപ്പിക്കാനാണ് തന്നേക്കുന്നത്. കൈ വർക്ക് ചെയ്യാൻ, ജോലി ചെയ്യാനാണ് കൈ തന്നേക്കുന്നത്. അല്ലാതെ വെറും ഒരു അലസനായിട്ടിരിക്കാൻ വേണ്ടിയല്ല.
കാല് നടക്കാനാണ് തന്നേക്കുന്നത്. എത്തിപ്പെടാത്ത സ്ഥലത്തൊക്കെ നമ്മൾ എത്തിപ്പെടണം അല്ലെ? പ്രത്യേകിച്ച് ശുശ്രൂഷകർ കർത്താവിനെ കൊടുക്കാത്ത സ്ഥലങ്ങളിലേക്കൊക്കെ നമ്മൾ എത്തണം, നടന്നെത്തണം. ഞാൻ ഇടയ്ക്ക് ഒരു സിസ്റ്ററിനെ പരിചയപ്പെട്ടായിരുന്നു. ഇതൊക്കെ തീയാ, അതൊക്കെ മിഷനിലുള്ളതാണ്. ഒറീസയിലൊക്കെയാണ് മിഷൻ ചെയ്യുന്ന സിസ്റ്റർ എന്നോട് പറഞ്ഞത്, റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങിക്കഴിഞ്ഞാൽ 4 മണിക്കൂർ നടക്കണം ഇവരുടെ ഗ്രാമത്തിലെത്താനായിട്ട്. അവിടെ ബസ്സോ വണ്ടിയോ ഒന്നുമില്ല, ഒരു കാളവണ്ടി പോലും ഇല്ലാത്ത സ്ഥലമാണ്. ഒരു ചെറിയൊരു നടവഴിയാണ് നടക്കുന്നത്. അവിടെ ഒരു ഗോത്രമുണ്ട്, അവിടുത്തെ പിള്ളേരെയൊക്കെ അക്ഷരങ്ങളൊക്കെ പഠിപ്പിക്കുക സിസ്റ്റർ. മിക്കവാറും ഈ പാതിരാത്രിയൊക്കെ ആയിരിക്കും അവിടെ ട്രെയിൻ ഇറങ്ങുന്നത്. ഇറങ്ങിക്കഴിഞ്ഞ് ആ രാത്രി നടക്കും. സിസ്റ്ററിൻ്റെ കയ്യിൽ കുഞ്ഞൊരു മൊബൈലുണ്ട്, അതിൻ്റെ ഒരു ടോർച്ചുണ്ട്. ആ ടോർച്ച് വെട്ടത്തിലാണ് നടക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കാനുണ്ട്, സിസ്റ്ററെ എങ്ങനെയാണ് ഇത് നടക്കുന്നത്? എങ്ങനെ അവിടം വരെ പോകുന്നത്? ഇത് രാത്രി പോകാൻ പേടിയില്ലേ? അപ്പോഴത്തേക്ക് സിസ്റ്റർ പോക്കറ്റിൽ നിന്ന് പതുക്കെ ഇങ്ങനെ എന്തോ തപ്പുന്നുണ്ട്. ഞാൻ ഓർത്തത് എന്താ തപ്പണേ? പെട്ടെന്ന് ഇങ്ങനെ ജപമാല എടുത്ത് കാണിക്കുക. ഇതിൻ്റെ ശക്തിയിലാണ് പോകുന്നത്. അതൊക്കെ ആ വചനം ആപ്റ്റ് അവിടെ സംഭവിക്കുകയാണ്. ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തിയുടെയും ഇതേ ചവിട്ടി നടക്കാൻ നിനക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു, ഒന്നും നിന്നെ ഉപദ്രവിക്കത്തില്ല. ഇങ്ങനെയൊക്കെ പോകുന്നവരല്ല ഈ വചനമൊക്കെ ഫുൾഫിൽ ആവുന്നത്, അല്ലാതെ ചുമ്മാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരല്ല. കാരണം അത് പാമ്പിൻ്റെയും തേളിൻ്റെയും മുകളിലൊക്കെ ചവിട്ടിയാണ് പോകുന്നത്, ഒന്നും ഉപദ്രവിക്കത്തില്ല. കാരണം ആത്മാവാ നയിക്കുന്നത്, അവിടെ ജഡമില്ല അല്ലേ? പാമ്പ് കടിച്ചാലും ഇത് കടിച്ച് ജഡത്തിലല്ലേ കടിക്കുന്നത്, അവിടെ ജഡമില്ല. അത് ആത്മാവിലുള്ള ജീവിതമാണ്, ആത്മാവാ പോകുന്നത്. ശരീരത്തിൻ്റെ ഇച്ഛയൊന്നും ഇല്ല, അവിടെ പ്രലോഭനം ഇല്ല. അത് അങ്ങനെ പ്രലോഭനം ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് നീങ്ങാൻ പറ്റത്തില്ല അല്ലേ? വേണമെങ്കിൽ ആ സ്റ്റേഷനിൽ കിടന്ന് ഉറങ്ങാമായിരുന്നു, എന്നിട്ട് രാവിലെ ആയിട്ട് പോയാൽ പോരായിരുന്നോ? അതല്ല, അതല്ല. ഇനി എന്തിനാ ഈ പ്രലോഭനം ദൈവം തരുന്നത്? നമുക്ക് അതിജീവിക്കാൻ. ഒരു പ്രശ്നം നമുക്ക് തരുന്നത് പ്രശ്നത്തെ ഫേസ് ചെയ്ത് അപ്പുറം കിടക്കാനാണ്, പ്രശ്നത്തെ അഭിമുഖീകരിക്കാനാണ്. അങ്ങനത്തെ പ്രശ്നത്തെ അഭിമുഖീകരിച്ചെങ്കിൽ മാത്രമേ ആ പ്രശ്നം, ഒരു പ്രോബ്ലം സോൾവിങ് സ്കിൽ എൻ്റെ ഉള്ളിൽ ഉണ്ടാവത്തുള്ളൂ. ഇനി സ്നേഹിക്കുക എന്നൊരു ഗിഫ്റ്റ് എനിക്ക് തരണമെങ്കിൽ ഞാൻ ഒരിക്കലും സ്നേഹിക്കത്തില്ല. അങ്ങനെ ഒരു സാഹചര്യം ദൈവം എന്നെ കൊണ്ട് ഇട്ടിട്ട് പ്രാക്ടിക്കലി എന്നെ സ്നേഹിക്കാൻ പഠിപ്പിക്കും. അവിടെ വെച്ച് ഞാൻ ആദ്യം ചീത്ത പറയും, അടിക്കും, തൊഴിക്കും, വഴക്കുണ്ടാക്കും, ഇറങ്ങിപ്പോകും, ഓടി ഒളിക്കും, വീണ്ടും അവിടെ കൊണ്ടിടും. എന്നിട്ടിങ്ങനെ പ്രാക്ടിക്കലി പയ്യെ സ്നേഹിക്കുക എന്നൊരു ഗിഫ്റ്റ് നമുക്ക് തരും. വിശുദ്ധി എന്നൊരു അഭിഷേകം നമുക്ക് തരണമെങ്കിൽ ഒരിക്കലും വിശുദ്ധി കാക്കത്തില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കൊണ്ട് ദൈവം ഇടും. ഈ കണക്ക് മാഷ് കണക്ക് പഠിപ്പിക്കുന്ന പോലെയാ, ഒന്നും കൂട്ടാൻ പഠിപ്പിക്കും. ഈക്വൽ ടു 2 എന്ന് ഞാൻ പറയുന്നേ അന്നേ എന്നെ 2+1 പഠിപ്പിക്കത്തുള്ളൂ. അല്ലെങ്കിൽ നീ ഒന്നും പഠിച്ചാൽ മതി. ഈ പറയുന്ന പോലെയാണ് പ്രലോഭനങ്ങൾ. ഇതിനെ നമുക്ക് 2 രീതിക്ക് കാണാം. ഒന്നെങ്കിൽ ഇതിനെ ഒരു പ്രശ്നമായിട്ട് കാണാം. പ്രശ്നമായിട്ട് കണ്ടാൽ പ്രശ്നം തന്നെയാണ്, നിരാശയാണ്, എപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കും. ഇവർ ഒരു മദ്യപാനി, അത് പ്രലോഭനമായിട്ട് എടുക്കുന്നവരുണ്ട്. അതിനെ പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല. ആ സമയം വേറെ എന്തെങ്കിലുമായിട്ട് മാറ്റ്, ഒരു പോസിറ്റീവ് ആക്ഷൻ ഇട്ട് അതിനെ ഒന്ന് ഫുൾഫിൽ ചെയ്യും. അല്ലെങ്കിൽ എന്തെങ്കിലും അലസത, ചിലർ വെറുതെ കിടന്ന് ഉറങ്ങും. പലപ്പോഴും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഭയങ്കര ഡിമാൻഡാണ് അങ്ങോട്ട്, നമുക്ക് ഇങ്ങനെ ഒരാളെ ജീവിത പങ്കാളിയായിട്ട് കിട്ടണം എന്നും പറഞ്ഞ് ഭയങ്കര ഡിമാൻഡ്. എന്നും പ്രാർത്ഥിക്കുന്ന ഒരാളെ ജീവിത പങ്കാളിയായിട്ട് കിട്ടണം. ഞാൻ ചോദിക്കാറുണ്ട്, ഇയാളെന്നും പ്രാർത്ഥിക്കുന്നുണ്ടോ? എവിടുന്ന്? ഞാനും പണ്ടിങ്ങനെ ഡിമാൻഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. നമുക്ക് പലതിനും ഡിമാൻഡാണ്, ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ. എന്നിട്ട് നമ്മളിവിടെ ഇതേ സ്റ്റാൻഡിൽ തന്നെ നിൽക്കുക, ഈ പ്രലോഭനത്തെ ജയിച്ച് കയറുന്നില്ല. നമ്മളിപ്പം ഒരു വഴിയെ നടന്നു പോകുന്നു, ഒരു കാല് തട്ടി ഒരു കുഴിക്കകത്ത് വീണു. കാരണം ചിലപ്പോൾ വീഴും, ദൈവം ചിലപ്പോൾ വീഴ്ത്തിച്ചേ എണീപ്പിക്കത്തുള്ളന്നേ. വീഴ്ത്തിക്കുന്നത് എണീക്കാൻ വേണ്ടിയാ, അല്ലാതെ വീണടത്ത് കിടക്കാൻ വേണ്ടിയല്ല. നമ്മൾ പിന്നെയും വീണടത്ത് കിടക്കും. എന്തിനാ വീണത്? ആരാ എന്നെ തള്ളിയിട്ടത്? മുറിവ് എന്തോരം ഉണ്ടായി? ആ വീഴ്ചയിൽ എന്തുമാത്രം ആഘാതം ഉണ്ടായി? അതിനുശേഷം എണീറ്റ് നടന്നിട്ട് അടുത്ത കുഴി കണ്ട അവിടെയും വീഴും. അവിടെയും ഒരു മാറ്റം വരുന്നില്ല. ഇങ്ങനെ വീണ് പോയിക്കൊണ്ടിരിക്കുക. അടുത്ത കുഴി കണ്ട അവിടെ വീഴാനല്ല ദൈവം നിന്നെ പിടിച്ചെണീപ്പിച്ചത്, അതിൽ നിന്ന് അതിജീവിക്കാൻ
ഒരു പ്രലോഭനത്തെ അതിജീവിച്ച് അപ്പുറം കടക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ കൃപ ജനിക്കുന്നത്. ഈ കൃപ മുകളിൽ നിന്ന് ഇങ്ങനെ ഇട്ട് തരുന്ന സാധനമല്ല. പ്രാക്ടിക്കൽ ലൈഫിൽ ദൈവം ഓരോ സിറ്റുവേഷനിൽ കൂടി നമുക്ക് തരുന്ന സാധനമാണ്. അത് ആ സിറ്റുവേഷനെ ഫേസ് ചെയ്ത് അപ്പുറം കടക്കുമ്പോഴാണ് അല്ലേ. ഈ ആത്മധൈര്യം എന്ന് പറയുന്നത് അല്ലേ. യേശു ഗെത്സമനെ പ്രാർത്ഥിച്ചു, കർത്താവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം ഒന്ന് എടുത്ത് മാറ്റണേ. പക്ഷെ മാറ്റപ്പെട്ടോടെ മാറ്റപ്പെട്ടിട്ടില്ല. കാരണം അത് സ്വീകരിക്കാനുള്ള ആത്മധൈര്യം എന്ന് പറഞ്ഞൊരു കൃപയെ അവിടെ നിറഞ്ഞത്. കാരണം അതിനെ സ്വീകരിച്ച് അപ്പുറം കടന്നപ്പോൾ മരണത്തെ തോൽപ്പിക്കുന്ന ആത്മധൈര്യത്തിലേക്ക് മാറി. പക്ഷെ ഫേസ് ചെയ്യാതെ ഓടി ഒളിച്ചെങ്കിലോ, പട പേടിച്ച് പന്തളത്തെത്തുമ്പോൾ പന്തം കൊളുത്തിപ്പെടാന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ പ്രശ്നം തീരാൻ വേണ്ടി അങ്ങോട്ടോടും. അവിടെ അതിലും വലിയ പ്രശ്നമാണ്. ആ പ്രശ്നം തീരാൻ വേണ്ടി അങ്ങോട്ടോടും. ഇങ്ങനെ ഊട്ടി 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 പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഓടാനല്ല, മറികടക്കാനാണ് കർത്താവ് നിന്നെ വിളിച്ചേക്കുന്നത്, നിനക്ക് പ്രലോഭനങ്ങൾ തരുന്നത്. അത് തരട്ടെ ദൈവം, ഇഷ്ടം പോലെ തരട്ടെ. ഇതിനെ നമ്മൾ അതിജീവിക്കാനുള്ള കരുത്ത് കർത്താവ് തരും. അതാ, നിങ്ങളുടെ ശക്തിക്ക് അതീതമായ പ്രലോഭനം ഉണ്ടാകാൻ അവിടുന്ന് അനുവദിക്കത്തില്ല. പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാൻ വേണ്ട ശക്തി അവിടുന്ന് നിങ്ങൾക്ക് തരും. ഈ അതിജീവിക്കാനുള്ള ശക്തിയാണ് നമ്മൾ വാങ്ങിച്ചെടുക്കേണ്ടത്. ഞാനൊക്കെ പറയാറുണ്ട്, കർത്താവേ ഓക്കെ എല്ലാം സമ്മതിച്ചു, ഇതെല്ലാം നമ്മൾ ടേക്കപ്പ് ചെയ്തോളാം, ഇതിനെ മറികടക്കാനുള്ള കരുത്ത്, ഇതിനെ ടേക്കപ്പ് ചെയ്യാനുള്ള കൃപ എനിക്ക് നീ തന്നേക്കണേ. ആ ശക്തി നമ്മൾ വാങ്ങിച്ചെടുക്കണം. ഇത് ചോദിച്ചാലേ തരത്തുള്ളൂ. ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ആ ശക്തി കിട്ടിയിട്ട് നമ്മൾ ഈ പ്രലോഭനത്തെ മറികടന്ന് അപ്പുറം കിടക്കണം. അപ്പുറം കടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ പുതിയ പുതിയ കഴിവുകൾ, പുതിയ പുതിയ പോസിബിലിറ്റീസ് നമ്മുടെ ഉള്ളിൽ ജനിക്കാൻ തുടങ്ങും. നമ്മളൊക്കെ പോസിബിലിറ്റീസാണ്. അപ്പോൾ പുതിയ പുതിയ സാധ്യതകൾ നമ്മുടെ ഉള്ളിൽ തുറക്കട്ടെ. സകല പ്രലോഭനത്തെയും അതിജീവിക്കാനുള്ള ദൈവത്തിൻ്റെ ശക്തി സ്വർഗം തുറന്ന് തമ്പുരാൻ നമുക്ക് പ്രദാനം ചെയ്യട്ടെ. കാരണം നമുക്ക് ശക്തിക്ക് അതീതമായ ഒരു പ്രലോഭനം ഉണ്ടാകത്തില്ല. നിൻ്റെ കരുത്ത് എന്താണെന്ന് കർത്താവിന് അറിയാം. നിൻ്റെ മെൻ്റൽ കപ്പാസിറ്റി എത്രയാണെന്ന് കർത്താവിന് അറിയാം, വ്യക്തമായിട്ട് അറിയാം. എൻ്റെ എന്താണെന്ന് കർത്താവിന് വ്യക്തമായിട്ട് അറിയാം. അതനുസരിച്ചുള്ളൊരു പ്രലോഭനം മാത്രമേ കർത്താവ് നമുക്ക് തരത്തുള്ളൂ. അതുകൊണ്ട് അതിനെ നമുക്ക് ധൈര്യപൂർവ്വം തന്നെ മറികടക്കാം. അതിനെ നിരാശയായിട്ട് നീ കാണേണ്ട ആവശ്യമില്ല. അതിനെ നീ ഒരു സാധ്യതയായിട്ട് കാണുക, ഓപ്പർച്യൂണിറ്റി ആയിട്ട് നീ മാറ്റുക. നിൻ്റെ ഉള്ളിലെ കഴിവുകൾ പുറത്തു വരുന്ന, സാധ്യതകൾ പുറത്തു വരുന്ന ഒരു സാധ്യതയാക്കി നമുക്ക് ഓരോ പ്രലോഭനത്തെയും മാറ്റാം. അതിനുള്ള കൃപ കർത്താവ് തരട്ടെ. അമ്മ ദൈവമാതാവേ, പ്രലോഭനത്തെ ജയിക്കാനുള്ള വലിയൊരു ശക്തി ഞങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി അമ്മ പുത്രനോട് പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ, സ്ത്രീകളെ നീ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു, നിൻ്റെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിച്ചുള്ളമേ. ആമേൻ.